Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എഗ് മഞ്ചൂരിയൻ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. മുട്ട പൊട്ടിച്ചൊഴിച്ചും നമുക്കതിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അല്ലാതെ തയ്യാറാക്കുന്നത് മുഴുവനെ മുട്ട വെച്ച് നമുക്കൊന്ന് ആവശ്യമായിട്ട് കട്ട് ചെയ്തെടുത്തും തയ്യാറാക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടിച്ചൊഴിച്ച മുട്ടയിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയുടെ സ്ഥാനത്ത് നമുക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് അതിൻ്റെ മണമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നോക്കി ചേർക്കുക. അപ്പോൾ കുരുമുളക് ഞാൻ ചെറുത് എരിവ് ഒന്ന് കൂടാൻ വേണ്ടി, ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇല്ലേ, അപ്പോൾ ഒന്ന് ചെറിയൊരു എരിവ് വേണം. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ മിക്സിനെ ഞാനൊരു ചോറ്റുപാത്രം, നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തേക്കുന്ന ആ ചോറ്റുപാത്രത്തിൽ ഒന്ന് എണ്ണ, വെജിറ്റബിൾ ഓയിൽ മൊത്തം ഒന്ന് തടവിയതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഈ മിക്സിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അടപ്പ് ഞാൻ വെറുതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുക്കറിലോട്ട് ഒന്ന് വെള്ളം ചൂടായതിന് ശേഷം ഇതിനെ ഒന്ന് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുക. കുക്കർ തന്നെ വേണമെന്നില്ല, വേറെ പാത്രത്തിലായാലും ഇതുപോലെ വെച്ചാൽ മതിയാകും. നമ്മുടെ ഇഡ്ഡലി ചെമ്പിലായാലും ഇതുപോലെ വെച്ചാൽ മതിയാകും. കുക്കറിലാണ് വെക്കുകയാണെങ്കിൽ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റൊക്കെ മതിയാകും വെന്ത് കിട്ടാൻ. അതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എന്താ കുക്കറിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം. ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസുകൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനൊരു ഇതേപോലത്തെ ഒരു ചെറിയ അളവിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്കൊരു കോട്ടിങ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഈ ഇത്രയും അളവിലാണെങ്കിൽ ഇതൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്തിന് നമ്മുടെ കോട്ടിങ് എല്ലാം കൂടെ ചേർന്ന് കുറച്ചുകൂടെ ഒന്ന് വലുപ്പമാവും. അപ്പോൾ അതനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കപ്പ് മൈദ ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. ഇതിനെ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കുറച്ച് പൊടികളൊന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കളറും കൂടി കിട്ടും. അതനുസരിച്ച് 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇളക്കി യോജിപ്പിച്ച ഈ മിക്സിലോട്ട് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ ഒരു കട്ടിക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും കട്ടിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസുകൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഇത് ഓരോ പീസും നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിലോട്ടൊന്ന് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മുരിച്ചെടുക്കാം. വേഗം തന്നെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. സൈഡിലൊക്കെ ഇപ്പോൾ അരപ്പൊക്കെ കുറച്ച് കുറവുണ്ടെങ്കിൽ അതിൻ്റെ മീതോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലായിടും ഒന്ന് കവർ ചെയ്ത് കിട്ടും. നമ്മുടെ ചില്ലി ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴും നമ്മൾ ചിക്കനൊക്കെ ഇതുപോലെ കോട്ടിങ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും പോലെയാണ് ഇതും. അപ്പോൾ ഇത് നമ്മുടെ മുട്ടയിലോട്ട് എരിവൊക്കെ ചേർത്തതായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിത് തയ്യാറാക്കി വരുമ്പോൾ ഏത് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ എഗ് മഞ്ചൂരിയൻ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറേയൊക്കെ ഏതാണ്ട് ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് കുറേ കൂടെ വലിപ്പം വന്നിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്തിന്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ആക്കാം. ഇതേ അളവിൽ മതിയെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഇത് കുറച്ചൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എഗ് മഞ്ചൂരിയൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി നമ്മളിപ്പോൾ ഈ മുട്ട ഫ്രൈ ചെയ്ത ഈ ഓയിൽ തന്നെ അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ മറ്റൊരു പാനിലോട്ട് അതിൻ്റെ പകുതി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 സവാള ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ ഞാൻ മോളയിൽ കട്ട് ചെയ്യാൻ കൊടുത്തതുകൊണ്ട് ഈ പരുവമാക്കി കിട്ടി. ഇനിയിപ്പോൾ സമയവും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഇത് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും ഉള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിലാവുക. നല്ല സോഫ്റ്റ് ആവണം ഉള്ളി. എന്നിട്ട് നമ്മൾ അടുത്തത് ചേർക്കാവൂ. അപ്പോൾ ഏതാണ്ടൊന്ന് സോഫ്റ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാകും. ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി ഒരെണ്ണം ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് എരിവില്ലാത്ത പച്ചമുളക് ഒരു 3-4 എണ്ണം എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതും കൂടെ ഒന്ന് കുഴഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എണ്ണയുടെ അളവ് ചെറുതായിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ എണ്ണയിൽ തന്നെ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്തിന് നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അത് പൊടികൾ ഏതാണ്ട് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല മാറ്റം വരും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോസ് ഐറ്റംസൊക്കെ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ പൊടികളൊന്നും കൂടുതൽ ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് എണ്ണയുടെ കുറവുള്ളത് കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത് വെച്ച ആ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ ഇതൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേണം നമ്മുടെ സോസ് ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാൻ. ആദ്യം ചേർക്കാനുള്ളത് റെഡ് ചില്ലി സോസാണ്. അതിപ്പോൾ നമ്മൾ ഏതാണ്ട് തയ്യാറാക്കിയൊക്കെ വരുമ്പോൾ നല്ലൊരു കളറാണ്. അപ്പോൾ കളർ കിട്ടാനും കൂടെ കണക്കാക്കി നമ്മൾ റെഡ് കളറിലെ ചില്ലി സോസാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ അത് 2.5 ടേബിൾ സ്പൂണ് നമ്മൾ സോയാ സോസ് 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണ്. അപ്പോൾ കൂടുതലും നമ്മൾ റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഡ്രൈ ആയിട്ടും നമുക്ക് നല്ല ഒരു ചാറൊക്കെ കിട്ടുന്ന രീതിയിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ചെറിയൊരു ബൗൾ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഈ സോസൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി കിട്ടുന്നതാണ്. ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കൽ കൂടി ഇതൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ആ സമയത്തിന് നമുക്ക് കറിവേപ്പില, പുതിനയില, മല്ലിയില ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചേർക്കാം. ഞാൻ ഇതിപ്പോൾ കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഏത് പലഹാരം ആയിരുന്നാലും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലും കോമ്പിനേഷൻ പൊറോട്ട, ചപ്പാത്തി അതുപോലുള്ള ഒരു ഐറ്റത്തിൻ്റെ കൂടെയാണ്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് കറി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാതെ ഒന്ന് ഇതാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലെ മുട്ടയൊക്കെ നമ്മൾ എരിവും കുറച്ച് പിടിച്ചിട്ടുണ്ട്. സോസിൻ്റെ എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ്. ഇവിടെ നിൽക്കാൻ വയ്യാത്ത നല്ലൊരു മണമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.